പെരുമ്പാവൂർ പാത്തിപ്പാലം ബിവറേജസിന് സമീപമുള്ള പാടത്തിൽ 23-ാം വാർഡിൽ വേസ്റ്റ് കൊണ്ടുവന്ന് കുന്നുകൂട്ടി പാടം നികത്തുന്നതായി ഒരു പരാതി ലഭിച്ചു. പക്ഷേ ഇവിടുത്തെ വാർഡ് മെമ്പർ ഹൈർനിസ നസീർ മേലധികാരികൾക്ക് പരാതി കൊടുത്തു. പക്ഷേ ഇതുവരെ നടപടിയൊന്നുമില്ല. പ്ലാസ്റ്റിക്കുകളാണ് ഇവിടെ കൊണ്ടുവന്ന് പാടം നികത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്നാ കംപ്ലൈൻറ്റ് ചെയ്തത്? ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയാണ് വില്ലേജ് ഓഫീസർക്ക് കംപ്ലൈൻറ്റ് ചെയ്തത്. അതിന് മുമ്പും ഇവിടുത്തെ പൊതുപ്രവർത്തകർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് നോക്കിയിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്തിൽ കംപ്ലൈൻറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റി ഹെൽത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്ന് HSനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ HS പറഞ്ഞു ഇപ്പം തന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡീറ്റെയിൽസ് എന്താണ് അവരുടെ റിപ്ലൈ എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് പൊതുജനങ്ങൾക്കും നമ്മുടെ തൊട്ട് സമീപം ഒരു തോടാണുള്ളത്. അപ്പോൾ അത് ജലത്തെ മാലിന്യമാക്കുന്ന രീതിയിലുള്ള ഫ്ലൈവുഡും പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റുള്ള വിഷാംശങ്ങളും തന്നെ ഇതിനകത്ത് നിറച്ചുണ്ട്. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് അടയ്ക്കുന്നത് വളരെ ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജനങ്ങൾക്കും അതെ ഈ മറ്റുള്ള മൃഗങ്ങൾക്കും അത് ദൂഷ്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അടിക്കാൻ സമ്മതിക്കുന്നത് ഉടമ സമ്മതിച്ചത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അധികാരികളുടെ ഒത്താശയോട് കൂടി തന്നെയാണോ ഇത് ചെയ്യുന്നത്? അങ്ങനെ ആയിരിക്കാം. കാരണം ഇത്രയും വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചിട്ട് അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഈ വാർഡിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വാർഡിൽ നടത്താനായിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് ഉപദ്രവകരമായി വരുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കില്ല. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്ത് ജനപ്രതിനിധിയായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ മുൻപന്തിയിൽ നിന്ന് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പെരുമ്പാവൂർ നഗരസഭ 23-ാം വാർഡിൽ പാത്തിപ്പാലം ബിവറേജിന് സമീപത്തെ പാടത്താണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് പാടം നികത്തുന്നത്. വാർഡ് കൗൺസിലർ ഹൈർനിസ നസീർ വില്ലേജ് ഓഫീസിലും നഗരസഭയിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനൊരു പരിഹാരം കാണാതെ അധികാരികൾ പരസ്പരം പഴിചാരുകയാണ്. രാത്രിയുടെ മറവിലാണ് ഈ പ്രവർത്തനങ്ങൾ. വാഹനം തടഞ്ഞുവെച്ച് നാട്ടുകാരോട് വാഹനത്തിന്റെ ഡ്രൈവർ പറഞ്ഞത് റവന്യൂ അധികാരികൾ അനുവാദം തന്നിട്ടുണ്ടെന്നാണ്. ഇവിടെ അടിക്കുന്നത് പ്ലൈവുഡ് കമ്മലിലെ ചാരം പോലത്തെ സാധനങ്ങളും ഒരു കെമിക്കലാണ്. ഇത്രയും വേസ്റ്റുകൾ മാരകമായിട്ടുള്ള രോഗം ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ ഇവിടെ പരിസരത്ത് കിണറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു തോടുണ്ട്. ഈ തോട്ടിൽ വെള്ളം ചെന്നിട്ട് പല കിണറുകളും വെള്ളം ഉണ്ടാവണം. ഈ വേസ്റ്റുകൾ ഇവിടെ അടിക്കരുതെന്ന് പല പ്രാവശ്യം ഇതിൻ്റെ ഓണറോട് പറഞ്ഞേക്കണാണ്. ഇതിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇതിൻ്റെ അകത്തൊരു 50 ലോഡിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ ശരിക്കും പറഞ്ഞാൽ ദേ കിടക്കുന്ന ഓണർ തന്നെയാണ്. അയാൾക്ക് അറിയാണ്ട് ഇത്രയും ലോഡുകൾ ഇവിടെ അടിക്കില്ല. ഇത് ലോഡ് അടിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞാൽ. ഇത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥലമാണ് ഇപ്പോൾ കിടക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം JCB വിളിച്ചു കൊടുന്ന് കണ്ടമാനം തള്ളി മാറ്റിയിട്ടൊക്കെയാണ് ഇവർ ഗേറ്റ് വെച്ചത്. അതിനുശേഷം പല പ്രാവശ്യം ഇവരോട് പറഞ്ഞു. ഇവർ രാത്രി കൂടുന്ന തള്ളിക്കോളാൻ പറഞ്ഞിട്ട് രാത്രി കൂടുന്നിട്ടാണ് തള്ളി. ഈ രാത്രി ആർക്കും ഇവിടെ കാവൽ വെക്കാൻ പറ്റുമോ? ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ലോഡുകളാണ്. ഇവർ മണ്ണ് കൊടുന്ന് അടിച്ചിട്ട് ഇവരെ സ്ഥലം നികത്തുക എന്തെങ്കിലും ചെയ്തു, അത് വിഷയമല്ല. മാരകമായിട്ടുള്ള കെമിക്കലുകളോട് ഇതിനകത്ത് നശിപ്പിക്കുകയാണത്. ഇത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. കഴിഞ്ഞ ദിവസം ഈ ബീവറേജ് പരിസരമാണിത്. ഈ ബീവറേജിൽ മദ്യം മേടിക്കാൻ പറഞ്ഞ ഒരു ദിവസം 25,000 കസ്റ്റമർ ഉണ്ടാവും. ഈ കസ്റ്റമറുകളൊക്കെ ഇവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമറുകളും വെള്ളത്തിൽ കൂടെ പോകണം. ഈ കെമിക്കൽ ചവിട്ടിയ വെള്ളത്തിൽ കൂടെ പോകണം പോവാൻ. അത് നിങ്ങളെന്താ ഈ അധികാരികൾ ശ്രമിക്കാത്ത? ഇത് ശരിക്കും പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഓണറുടെ സമ്മതത്തോടുകൂടി ചെയ്യുന്നതാണ്. ഇത് പെരുമ്പാവൂർ നഗരസഭ 23-ാം വാർഡിൻ്റെ പ്രദേശമാണ്. പെരുമ്പാവൂർ ബിവറേജ് പ്രവർത്തിക്കുന്ന പാത്തിപ്പാലം പാലത്തിന് നേരെ പിറകുവശത്ത് കഴിഞ്ഞ ഒരു മാസക്കാലമായി സ്ഥല ഉടമയുടെ അനുവാദത്തോടുകൂടി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമായി അടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം അടിക്കുമ്പോഴും ഇതിൻ്റെ സ്ഥല ഉടമയെ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണ് അധികാരികളുടെ ഒത്താശയോടുകൂടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വില്ലേജ് ഓഫീസർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനടക്കം വിളിച്ച് സംസാരിക്കുകയും വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വന്ന് സന്ദർശിക്കുകയും ഒരു നടപടി പോലും സ്വീകരിക്കാതെ വീണ്ടും ഇവിടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം അടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടു മുമ്പ് സംസാരിച്ച ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ പ്രദേശത്ത് കൂടെ നായകൾ കടന്നുപോയി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ രോമം കൊഴിയുന്ന കാഴ്ച കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വന്ന ഒരാൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 മലമ്പാമ്പിനെ പിടിച്ചു എന്നാണ് ഇപ്പോൾ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞത്. ഇതുപോലെ ഈ പ്രദേശത്ത് മലിനമാക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സ്ഥല ഉടമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടിയന്തിരമായി അധികാരികൾ
കണ്ട് സ്ഥല ഉടമയെ കണ്ടെത്തിക്കൊണ്ട് ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് വാരി മാറ്റിയില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലേക്ക് യുവജന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനങ്ങളടക്കം മുന്നോട്ട് പോകുമെന്ന് അധികാരികളോട് അറിയിക്കുകയാണ്. നടപടിയെടുക്കാതെ അധികാരികൾ മൗനം പാലിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചൂടിൽ അധികാരികളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇവിടെ പ്ലാസ്റ്റിക്കുകൾ കൂമ്പാരമാക്കി പാടം നികത്തുന്നത്. രാത്രിയുടെ മറവിലാണ് ഇത് ചെയ്യുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നാണ് വാർഡ് മെമ്പറും നാട്ടുകാരും പറയുന്നത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.